ഹലോ യൂട്യൂബ്. നമ്മളിന്ന് വെട്ടിയാട് തിരുനാളിന് പോയാണ്. നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2-3 വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് വെട്ടിയാട് തിരുനാളിൻ്റെ കാര്യം. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അപ്പോൾ നമ്മൾ പോകുന്നുണ്ട്, ഫ്രണ്ട്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നോമിയെ കാത്ത് ഭാര്യ ഷീബ സേവാസംഘ ഓഫീസിൽ കാത്തു നിൽക്കുന്നു. അപ്പോൾ നമ്മളിതാ വെട്ടിയാടെത്തി. കൊടിയേറ്റിനുള്ളതുപോലെ ഇന്നും കിടിലായിട്ട് ലൈറ്റിങ് സെറ്റപ്പൊക്കെ കിടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ന് പിന്നെ ഇവിടെ ലൈറ്റ് ഷോ ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഇന്നാണ് പക്ക വേറെ ലെവലായിട്ട് ഇവിടെ ചെയ്തു വച്ചിട്ടുള്ളത്. പിന്നെ ഈ ബീച്ചിലോട്ട് വരുമ്പോഴാണ് ഈ ഒരു പരിപാടി ഇവിടെ കണ്ടത്, ഗോസ്റ്റ് ഹൗസ്. ഇതേ സാധനം കനകക്കുന്നിന് നമ്മുടെ ഇതിൻ്റെ മറ്റേ പരിപാടി ഉണ്ടായിരുന്നല്ലേ, ഓണത്തിൻ്റെ സമയത്ത് നമ്മളത് കണ്ടായിരുന്നു അവിടെ വെച്ച്. ഇത്രയും കിടിലം പരിപാടിയൊക്കെ നടക്കുമ്പോഴും കടലിൽ കയറിയിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി കിടപ്പുണ്ട്, അതൊക്കെ വേറെ കാര്യം. അപ്പം അതിനിടയ്ക്ക് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ കുട എടുത്തിട്ടുണ്ട്. കുട എടുത്തുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല, എന്തായാലും മഴ പെയ്യുന്നുണ്ട്. കുറച്ച് നേരമായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയുടെ ഇടയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതും റോഡ് ഫുള്ള് വെള്ളമൊക്കെ കെട്ടിക്കിടന്നു. അങ്ങനെ കുറച്ച് ഡാർക്കായിരുന്നു. കറക്റ്റ് സമയത്ത് ഷൂ എടുത്ത് കയറ്റാൻ വേണ്ടി ഓർത്തായിരുന്നു. അതുകൊണ്ട് പിന്നെ മഴയൊക്കെ നനഞ്ഞ് കിടിലായിട്ട് വന്നു. പിന്നെ ഇത്രയും തീർത്ഥാടനവും കാര്യങ്ങളും വന്നുകൊണ്ട് ഇവിടെ വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളിവിടെ ഐസ്ക്രീം അവിടെ കുടിക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലേ ആ കടയിൽ തന്നെ വന്നു. പിന്നെ ആ വീഡിയോ കാണാത്തവർ നേരെ പോയി ആദ്യം ആ വീഡിയോ കാണുക, എന്നിട്ട് ഇത് വന്ന് കാണുന്നതായിരിക്കും നല്ലത്. അന്ന് മേടിച്ച പോലെ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ പിന്നെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ കണ്ട കടയിൽ സാധാ മറ്റേ ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അത് ഒരെണ്ണം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാനുള്ള രീതിയിലേ മേടിച്ചുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അന്നത്തെ പോലെ പിന്നെയും ഐസ്ക്രീം മേടിച്ചു. അന്ന് കുടിച്ച പോലെ ഇതാണ്ട് കറക്റ്റ് സ്പോട്ടിൽ നിന്നാണ് കുടിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ വേസ്റ്റൊക്കെ കണ്ടല്ലോ, വേസ്റ്റൊക്കെ കാണുമ്പോൾ തോന്നും ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റോ അങ്ങനെയുള്ള പരിപാടികളോ ഒന്നുമില്ലെന്ന്. പക്ഷെ അങ്ങനെയല്ല, എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടും വരുന്നവർ വേസ്റ്റ് എല്ലാം ഇങ്ങനെ ഐസ്ക്രീമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് വേസ്റ്റ് അവിടെ അങ്ങ് ഇട്ടിട്ട് അങ്ങ് പോവും. അത് നമ്മുടെ മലയാളികളുടെ മെയിൻ പരിപാടിയാണല്ലോ. വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടെങ്കിലും അങ്ങ് തറയിലിടുക, അങ്ങ് കളഞ്ഞിട്ട് അങ്ങ് പോവുക. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനിടയ്ക്ക് ഇവിടെ കുറച്ച് ഗംഭീരമായ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ, അതിനടുത്ത് അസിസ്റ്റൻറ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊരു ബൈ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഈ ലൈറ്റ് ഷോയുടെ പരിപാടിയിലോട്ട് വന്നിരിക്കുകയാണ്. കിടിലം ഗംഭീര പരിപാടിയാണ്. പിന്നെ ഇതിൻ്റെ പാട്ടൊന്നും ഞാൻ ഇതിലിടാത്ത എന്തെന്ന് വെച്ചാൽ, കേട്ട് കഴിഞ്ഞാൽ അപ്പം ഇവന്മാർ കോപ്പിറൈറ്റ് അടിച്ച് തരും. അങ്ങനെ പല വീഡിയോ നമുക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പാട്ടും കാര്യങ്ങളും ഒന്നും ഞാൻ ആഡ് ചെയ്യാത്തത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ഫേമസ് ആയിട്ടൊരു കുറേ പാട്ടുകളൊക്കെയാണ്. പിന്നെ പള്ളിയിലിടാൻ പറ്റിയ കിടിലം പാട്ടൊക്കെ ഉണ്ട്. അത് ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. ആ ഷോർട്സിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും നിങ്ങൾ ആ ഷോർട്സ് കണ്ടോ, കാരണം അതാണ് നല്ലത്. അല്ലാതെ ഇതിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഇതിൽ ഞാൻ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടികൾ. എന്താണ്, ഇങ്ങനെ ലൈറ്റുണ്ട്, പിന്നെ അപ്പുറത്ത് കുറേ കടകളുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട്. അത് വേറെ കാര്യം. ഈ ലൈറ്റൊക്കെ അടിച്ച അവന്മാരെ വേറൊന്നും പറ്റായിരുന്നാൽ കൊള്ളാം. പിന്നെ മറ്റേ നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്നവർക്കൊക്കെ കിടിലം വ്യൂ ആയിരിക്കും ഈ ഒരു പള്ളിയുടെ ഇതൊക്കെ ഒരു കിടിലം. ഈ ടൈം പോകുന്നവർക്കുള്ള ആ ഒരു കിടിലം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ എന്തായാലും നമ്മൾ ഇവിടെ ഇതും കണ്ടിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇത് എൻ്റെ പരിപാടി. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വരുന്നവർക്ക് ഇത്രയേ ഉള്ളൂ. കുറച്ച് ലൈറ്റുകളുണ്ട്, പള്ളികളുണ്ട്, പിന്നെ അപ്പുറത്ത് കുറച്ച് കടകളുണ്ട്. അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിക്കുക. അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. നേരെ ആ കടകളിൽ പോയി വല്ലതൊക്കെ മേടിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പതിവ് അതാണ് ഇപ്പോൾ കണ്ടില്ലേ, അതാണ് ഞാൻ പറഞ്ഞ ആ വേസ്റ്റ് ബാസ്ക്കറ്റ്. അങ്ങനെ കുറേ ഇരിപ്പുണ്ട്, 2-3 ഇരിപ്പുണ്ട് അവിടെ. അപ്പം ഒന്നും അതിൽ നിന്നും വേസ്റ്റ് ഇടാതെ ഇവിടെ തന്നെ ഇടും. തറയിലോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും ഫുള്ള് വേസ്റ്റ് കിടക്കുന്നത്. പിന്നെ എന്തായാലും നമുക്ക് ഓരോ കടകളിൽ കയറുന്നുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകണം. സാധാരണ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് നമ്മുടെ അമ്മയും അവരൊക്കെ വരുമ്പോൾ അവർ മേടിച്ചുകൊണ്ട് വരും. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല. ഈ പ്രാവശ്യം നമ്മളാണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ നമ്മൾ വിലയൊക്കെ പറഞ്ഞ് നൈസായിട്ട് കുറച്ചേട്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ നൈസായിട്ട് അവിടെ ഇരിക്കുന്നതൊക്കെ അവർ ടേസ്റ്റ് ചെയ്യാൻ പറയും. ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് എടുക്കാനുള്ള പ്ലാനിൽ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്.
ഇനി ഇന്നത്തെ ഒരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല മഴയായിരുന്നുകൊണ്ട് ആൾ കുറച്ച് കുറഞ്ഞു പോയി. സാധാരണ നല്ല ആൾ വരേണ്ടതാണ്, പക്ഷേ ഈ പ്രാവശ്യം ആൾ കുറച്ച് കുറവാണ്. കുറച്ച് മുമ്പേ വരുന്നിരുന്നെങ്കിൽ കാണാൻ പറ്റുമായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ നല്ല മഴയൊക്കെ ആയിരുന്നുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി. അത് അറിയാമല്ലോ, പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ളതിൻ്റെയൊക്കെ ഒരു മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ഇതിന്ന് നമ്മൾ കുറച്ച് സാധനം മിക്സ് ചെയ്തൊക്കെ മേടിച്ചു. എന്തായാലും നമുക്ക് അത് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. അതിന് മുമ്പേ വേറെ പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എന്തായാലും ഇതുവരെ വന്നതല്ലേ, നമ്മൾ സാധാരണ ഇവിടെ ഒരിടയ്ക്ക് സ്ഥിരം വെള്ളിയാഴ്ച വരുമായിരുന്നു. ആ ടൈം ഇവിടെ കടകളൊക്കെ കാണും. ആ സമയത്ത് ചെറിയ ചെറിയ കടകൾ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെറിയ ചെറിയ കടകൾ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ മേടിച്ച് കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കഴിക്കാനുള്ള പ്ലാനിൽ നമ്മൾ പോവുകയാണ്. അത് ഇപ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ല. നമ്മൾ അപ്പുറത്തൊരു കട ഞാൻ വന്ന സമയത്ത് ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇത്രയൊക്കെ ആയിട്ട് ഈ മഴയ്ക്കൊരു കുറവുമില്ല. നന്നായിട്ട് തന്നെ പെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് പെയ്യുന്നുണ്ട്. നമ്മൾ എന്നാലും ഇന്ന് ഇത്ര മഴ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ കടയിലോട്ടാണ് പോകുന്നത്. അവിടെ പോകണം. മഴ കുറച്ച് കൂടിയിട്ടുണ്ട് നേരത്തേക്കാളും. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുടയും പിടിച്ച് പോയാലും നമ്മൾ 3 പേരുണ്ട്. ഒരു കുടയും 3 പേരുമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറേ പേര് കുടയില്ലാതെയൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ എങ്ങനെ വരുന്നതെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് ആ കടയുടെ അടുത്തോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കട. ഇവിടെ നിന്ന് ഈ കളര കഴിക്കാനുള്ള പ്ലാനിലാണ് നമ്മളിങ്ങനെ വന്നിരിക്കുന്നത്. നേരത്തെയൊക്കെ എല്ലാ വെള്ളിയാഴ്ച വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്നല്ല, ബീച്ച് സൈഡിലുള്ള ഒരു കടയിൽ നിന്ന് നമ്മൾ മേടിച്ച് കഴിക്കുന്ന പതിവാണ്. ഇന്ന് നമ്മൾ ഈ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 2 മേടിച്ച് കഴിച്ചു. അപ്പോൾ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.